കാർക്കോടകന്റെ നിർദ്ദേശമനുസരിച്ച് നളൻ ബാഹുകൻ എന്ന പേര് സ്വീകരിക്കുന്നു. എന്നിട്ട് വേഷപ്രച്ഛന്നനായി ഋതുവർണ്ണ രാജധാനിയിലേക്ക് പോകുന്നു. അവിടെ എത്തി നളൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, ബാഹുകൻ എന്നു പേരായ ഒരു സാരഥിയാണ് ഞാൻ. അശ്വവിദ്യയിൽ ഞാൻ അതിസമർത്ഥനാണ്. അതുമാത്രമല്ല, മറ്റു കലകളിലൊക്കെ എനിക്ക് പ്രാവീണ്യമുണ്ട്. അങ്ങനെ ഇവിടെ ഭൃത്യനായി സ്വീകരിച്ചാലും. ഋതുപർണ രാജാവിന് അദ്ദേഹത്തെ ഏറെ ഇഷ്ടമായി. അങ്ങനെ വേഷം മാറിയെത്തിയ നളനെ അശ്വനാഥനാക്കി നിയമിച്ചു. സാരഥിയും ബാഹുകൻ തന്നെ. അങ്ങനെ ആ രാജകൊട്ടാരത്തിൽ അദ്ദേഹം സുഖമായി താമസിക്കുന്നു. എങ്കിലും ദമയന്തിയെപ്പറ്റിയുള്ള ചിന്ത അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ദിവസവും സന്ധ്യാനേരങ്ങളിൽ നളൻ ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇതായിരുന്നു: വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച് ആ പാവം എവിടെയാണ് വാടിത്തളർന്ന് കിടക്കുന്നത്. ഇത് കേട്ട് മറ്റൊരു സാരഥിയായ ജീവലന്റെ ചോദ്യത്തിന് ഉപദേശരൂപേണ ബാഹുകൻ തന്റെ കഥ പറഞ്ഞു. പക്ഷേ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്തിയുമില്ല. ഇങ്ങനെ നളൻ ബാഹുകന്റെ വേഷത്തിൽ ആരും അറിയാതെ ദമയന്തിയെ തന്നെ ചിന്തിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടുകയാണ്. വിദർഭ രാജാവ് ദമയന്തിയുടെ 2 കുട്ടികളും തന്റെ അടുത്ത് വന്നെത്തിയതിൽ സന്തോഷിച്ചു. പക്ഷെ പിന്നീട് നളനും ദമയന്തിയും കൊട്ടാരത്തിൽ നിന്നും വേർപെട്ടു പോയതിൽ വളരെ ദുഃഖിതനായി. അവരെ കണ്ടുപിടിക്കുവാനായി 4 ദിക്കുകളിലേക്കും ബ്രാഹ്മണരെ അയച്ചു. അവരെ കണ്ടുപിടിച്ചു തരുന്നവർക്ക് വലിയ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു. അങ്ങനെ പല ദിക്കുകളിലും അവർ ദമയന്തിയെയും നളനെയും അന്വേഷിച്ചു നടന്നു. അവസാനം സുദേവൻ എന്നു പേരുള്ള ഒരാൾ ദമയന്തിയെ ചേതി രാജ്യത്ത് കണ്ടെത്തി. സുദേവൻ ദമയന്തിയുടെ ജ്യേഷ്ഠന്റെ സുഹൃത്തായിരുന്നു. ആകസ്മികമായി സുദേവനെ കണ്ടപ്പോൾ ദമയന്തിക്ക് ഏറെ സന്തോഷമുണ്ടായി. അവൾ കൊട്ടാരത്തിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ദമയന്തി വിദർഭരാജാവിന്റെ പുത്രിയാണെന്നും നളന്റെ പത്നിയാണെന്നും പറഞ്ഞത് കേട്ട് രാജമാതാവ് ഏറെ അത്ഭുതപ്പെട്ടു. തന്റെ സഹോദരിയുടെ പുത്രിയെ ഇത്രയും ദിവസം തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അത്ഭുതത്തിന് കാരണം. ഏതായാലും ദമയന്തി തന്റെ അരികിൽ തന്നെ വന്നെത്തിയതിൽ അവർ ഏറെ സന്തോഷിക്കുകയും ചെയ്തു. ഈ രാജമാതാവിന്റെ സ്വന്തം ജ്യേഷ്ഠത്തെയാണ് തന്റെ അമ്മയെന്ന് കേട്ടപ്പോൾ ദമയന്തിക്കും ഏറെ സന്തോഷമായി. തനിക്ക് അവിടെ ലഭിച്ച സ്വാതന്ത്ര്യത്തിനും എല്ലാം അവൾ നന്ദി പറഞ്ഞു. അറിയാതെയാണെങ്കിലും തന്റെ ചെറിയമ്മയുടെ അടുത്തേക്കാണ് താൻ എത്തിച്ചേർന്നത് എന്നോർത്ത് ദമയന്തി ഏറെ സന്തോഷിക്കുകയും ചെയ്തു. അവൾ രാജമാതാവിനോട് പറഞ്ഞു: ചെറിയമ്മേ, ഞാൻ ഇനി അച്ഛന്റെ അടുത്തേക്ക് പോകട്ടെ. അവിടെ എൻ്റെ മക്കൾ എന്നെ കാണാതെ ഏറെ വിഷമിക്കുന്നുണ്ടാകും. അമ്മയെയും അച്ഛനെയും എൻ്റെ മക്കളെയും കാണുവാൻ എന്നെ തേരിൽ കയറ്റി വിദർഭ രാജ്യത്തിലെത്തിക്കണം. അതുമാത്രമാണ് എൻ്റെ അപേക്ഷ. രാജമാതാവ് അത് സമ്മതിച്ചു. ദമയന്തിയെ അപ്പോൾ തന്നെ വിദർഭ രാജ്യത്തിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ എത്തിയ ദമയന്തിയെ എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിച്ചു. എങ്കിലും നളനെ കാണാത്തതിലുള്ള ദുഃഖം ദമയന്തിയെ വല്ലാതെ അലട്ടി. അവൾ അമ്മയുടെ അരികിലെത്തി ഇപ്രകാരം പറഞ്ഞു: ഞാൻ ജീവിച്ചിരിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ നളനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തണം. നളനെ കാണാതെ ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എവിടെയെങ്കിലും അജ്ഞാതനായി നടക്കുന്നുണ്ടാകും. ദമയന്തിയുടെ ഈ വാക്കുകൾ കേട്ട് അന്തഃപുരം മുഴുവൻ ദുഃഖത്തിലാണ്ടു. രാജ്ഞി രാജാവിന്റെ അടുത്ത് ചെന്ന് വിവരമെല്ലാം പറഞ്ഞു. രാജാവ് ഉടൻ തന്നെ ബ്രാഹ്മണരെ വിളിച്ച് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അന്വേഷിക്കുവാനായി വിടുകയും ചെയ്തു. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് തങ്ങൾ നളനെ അന്വേഷിച്ചു പോവുകയാണെന്ന് ദമയന്തിയെ അറിയിക്കുകയും ചെയ്തു. ദമയന്തി അവരോട് പറഞ്ഞു: നിങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പോകുന്ന വഴികളിലെല്ലാം ഈ ശ്ലോകങ്ങൾ എല്ലാവരും കേൾക്കെ ഉറക്കെ ചൊല്ലണം. ആ ചൊല്ലാനുള്ള ശ്ലോകവും ദമയന്തി അവർക്ക് പറഞ്ഞുകൊടുത്തു. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇതായിരുന്നു: എന്റെ പാതി വസ്ത്രം മുറിച്ചെടുത്തതിനു ശേഷം എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? വിരഹദുഃഖം കൊണ്ട് തകർന്നുപോയ അവളിൽ പ്രസാദിക്കൂ. ഇതായിരുന്നു ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മറുപടി പറയുകയാണെങ്കിൽ അയാളെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞിട്ട് വരികയും വേണം. ഇത് ഞാൻ പറയുന്നതായി ആരും അറിയരുത്. ആരെന്ത് പറഞ്ഞാലും ആ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ മടങ്ങി വന്ന് എന്നെ അറിയിക്കുകയും വേണം. ദമയന്തിയുടെ നിർദ്ദേശം ശിരസാവഹിച്ച് അവർ പല ദിക്കുകളിലേക്കും നളനെ അന്വേഷിച്ച് യാത്രയാകുന്നു. മാസങ്ങളോളം അവർ നളനെ അന്വേഷിച്ച് നടന്നു. പക്ഷെ ഒരു വിവരവും ലഭിച്ചതുമില്ല. അവസാനം പർണാദൻ എന്ന ബ്രാഹ്മണൻ മടങ്ങി വന്നു പറഞ്ഞു: ഞാൻ ഭവതി പറഞ്ഞ വാക്കുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് പല സദസ്സുകളിലും പോയി. എന്നാൽ ഒരു പ്രതികരണവും ആരിൽ നിന്നും ഉണ്ടായില്ല. അവസാനം അയോധ്യയിലെത്തി ഋതുപർണ രാജാവിന്റെ സദസ്സിൽ പോയി ഈ ശ്ലോകം ചൊല്ലിയപ്പോൾ അവിടുത്തെ സാരഥി എന്റെ പിന്നാലെ വന്ന് പല പ്രാവശ്യം നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു: എത്ര വലിയ വിഷമാവസ്ഥയിലെത്തിയാലും കുലസ്ത്രീകൾക്ക് സ്വയം രക്ഷ കിട്ടും. സ്വർഗം നേടാൻ അവർക്ക് കഴിയും. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയാലും ചാരിത്രമാകുന്ന കവചം ധരിച്ചുള്ള അവർ ഒരിക്കലും കോപിക്കില്ല. ഇപ്രകാരം എന്നോട് അയാൾ പറഞ്ഞു.
അയാളൊരു വികൃതരൂപനും എന്നാൽ അശ്വവിദ്യയിൽ അതിസമർത്ഥനുമായ ഒരു സൂതനുമാണ്. ഇത് കേട്ട് ദമയന്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉടലെടുക്കുകയും ചെയ്യുന്നു.